വാർത്തയിലേക്ക് പോയാൽ ഫോർട്ട് കൊച്ചിയിലെ കടയുടമ ബിനോയുടെ കൊലപാതകത്തിൽ പ്രതി അലൻ ജോസിനെ ഇന്ന് തോപ്പുംപടി കോടതിയിൽ ഹാജരാക്കും. വിശദമായ ചോദ്യം ചെയ്യാൻ കസ്റ്റഡി അപേക്ഷ നൽകാനാണ് പോലീസിന്റെ തീരുമാനം. കസ്റ്റഡിയിൽ ലഭിച്ച ശേഷം സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. പ്രാഥമിക ചോദ്യം ചെയ്യലിൽ മുൻവൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന് അലൻ ജോസ് മൊഴി നൽകിയിട്ടുണ്ട്. നവമി ദിനേശ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നവമി, ഈ ആ ഒരു CCTV ദൃശ്യങ്ങളൊക്കെ അത് ഞെട്ടിക്കുന്നത് അത്രയും ക്രൂരമായിട്ടുള്ളൊരു കൊലപാതകം. അപ്പോൾ എന്താണ് പോലീസിന്റെ നടപടിക്രമങ്ങൾ എന്ന്? ഗുഡ് മോർണിംഗ്. ഇന്നലെ CCTV ദൃശ്യങ്ങൾ കണ്ടപ്പോൾ തന്നെ വളരെ ഞെട്ടിക്കുന്നതായിരുന്നു. ആവർത്തിച്ച് ഏകദേശം 20 തവണയാണ് അലൻ ബിനോയിയെ കുത്തിക്കൊലപ്പെടുത്തിയത്. ഒരു വ്യക്തി വൈരാഗ്യമാണ് ഈ കൊലപാതകത്തിന് കാരണമെന്ന് ഇന്നലെ പോലീസിന് അലൻ മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ വൈകുന്നേരം തോപ്പുംപടിയിലുള്ള വീടിന് സമീപത്ത് നിന്നാണ് അലനെ പോലീസ് പിടികൂടിയത്. എന്തായാലും ഇന്ന് കോടതിയിൽ ഹാജരാക്കിയ ശേഷം കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനാണ് പോലീസിന്റെ തീരുമാനം. അതിനുശേഷം ഈ കൊലപാതകം നടത്തിയ ഇടത്ത് നിന്ന് തന്നെ തെളിവെടുപ്പ് നടക്കണം. അതോടൊപ്പം ഈ കുത്താൻ ഉപയോഗിച്ച കത്തിയടക്കം പോലീസിന് കണ്ടെത്തേണ്ടതുണ്ട്. അതോടൊപ്പം ഈ ഒളിവിൽ പോയ ഇടത്തും ഒക്കെ തെളിവെടുക്കേണ്ട ആവശ്യമുണ്ട്. കൃത്യമായ പഴുതടച്ച ഒരു അന്വേഷണം തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. വളരെ ദാരുണമായൊരു സംഭവം കൂടിയായിരുന്നു. അലൻ ലഹരികൾക്ക് അടിമയാണ്. ഇതിനു മുൻപ് തന്നെ ബിനോയുടെ ഭാര്യ ഒരു കൗൺസിലറാണ്. ഇവരുടെ അടുത്ത് ചെന്ന് ബിനോയ് അലൻ കൗൺസിലിംഗ് ചെയ്തിരുന്നു ഈ ലഹരിയിൽ നിന്ന് മുക്ത നേടുന്നതിന് വേണ്ടി. പക്ഷെ പിന്നീടും ഈ ലഹരിക്ക് അടിമയായി തന്നെ നിന്നിരുന്ന ഒരു സാഹചര്യം ഈ തോപ്പുംപടി പ്രദേശത്ത് തന്നെ പലപ്പോഴും അലന്റെ മോശമായ പെരുമാറ്റം അവിടെയുള്ള ആളുകൾക്കും ഒപ്പം തന്നെ സ്ത്രീകൾക്ക് നേരെയൊക്കെ ഉണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ബിനോയും സൈക്കോളജിസ്റ്റ് കൂടിയായ ഭാര്യയും ചേർന്ന് അലനെ ഒരു തമിഴ്നാട്ടിലുള്ള ഒരു ലഹരി വിമുക്ത കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയത്. അതിനുശേഷം 1 മാസത്തിന് ശേഷമാണ് അലൻ നാട്ടിലേക്ക് വന്നത്. ആ സമയത്ത് അലനെ നാട്ടുകാർ ഒറ്റപ്പെടുത്തി. അലനെ മാനസിക രോഗിയായി ചിത്രീകരിച്ചു. നാട്ടുകാർ പലരും തനിക്ക് മാനസിക രോഗമാണെന്ന് പറഞ്ഞ് ഒറ്റപ്പെടുത്തിയെന്ന് കൂടി അലൻ ഇന്നലെ പോലീസിന് മൊഴി നൽകി. ഇതിന്റെ ഒരു വ്യക്തി വൈരാഗ്യം ബിനോയും ഭാര്യയും ചേർന്നാണ് തന്നെ ഇത്തരത്തിൽ ലഹരി വിമുക്ത കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയത്. ഇവരാണ് തനിക്ക് മാനസിക രോഗമാണെന്ന് നാട്ടിൽ എല്ലാവരോടും പറഞ്ഞത്. ഇതിന്റെ ഒരു വൈരാഗ്യത്തിലാണ് ബിനോയെ ഇന്നലെ കടയിലെത്തി കൊലപ്പെടുത്തിയത്. ആദ്യം ഇവർ തമ്മിൽ ഇതിനു മുൻപും, അതായത് ഇന്നലെ കൊലപ്പെടുത്തുന്നതിന് മുൻപും പലതവണ അലൻ ബിനോയിയെ കാണുകയും ഈ തോപ്പുംപടി ഭാഗത്തു നിന്ന് തന്നെ ഇവർ പരസ്യമായ ഒരു വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നാട്ടുകാരും ഇന്നലെ സ്ഥിരീകരിക്കുന്ന കാര്യമാണ്. അതിനുശേഷമാണ് ഇന്നലെ രാത്രി നല്ല മഴയുണ്ടായിരുന്ന സമയമാണ്. ഈ മഴ സമയത്തായിരുന്നു കട അടയ്ക്കാൻ തുടങ്ങിയിരുന്ന ബിനോയുടെ കടയിലേക്ക് വരികയും ആദ്യം ഇവർ തമ്മിൽ ഒരു സംഭാഷണം നടത്തുകയും ചെയ്തു. അതിലൊക്കെ അലൻ പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. അലൻ പറയുന്നുണ്ട്, നിങ്ങൾ എല്ലാവരും കൂടിയാണ് എന്നെ ഒരു മാനസിക രോഗിയാക്കിയത് എന്ന് അലൻ ബിനോയിയോട് പറയുന്നുണ്ട്. പക്ഷെ ബിനോയ് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും അലൻ അത് കേൾക്കാതെ കയ്യിൽ പോക്കറ്റിലിരുന്ന കത്തിയെടുത്ത് ആവർത്തിച്ച് ബിനോയിയെ കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനുശേഷം നല്ല മഴയായതിനാലാണ് ഈ ശബ്ദം പുറത്തേക്ക് കേൾക്കാത്തത്. പിന്നീട് ഈ രക്തം ഒലിച്ചു വരുന്നത് കണ്ട നാട്ടുകാർ, അതിലേക്കൂടി നടന്നുപോയ നാട്ടുകാരാണ് കണ്ടത്. പിന്നീട് വേഗം ബിനോയിയെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. അതിനുശേഷം അലൻ സ്ഥലം വിട്ടുകളഞ്ഞു. ആദ്യമൊക്കെ കേരളം തന്നെ വിട്ടു എന്നുള്ളൊരു നിഗമനത്തിലായിരുന്നു പോലീസ്. എങ്കിൽ പോലും അലനു വേണ്ടിയിട്ടുള്ള തിരച്ചിൽ മറ്റ് ജില്ലകളിലേക്കും സംസ്ഥാനം കടന്നുമൊക്കെ പോലീസ് നടത്തിയിരുന്നു. പക്ഷേ തോപ്പുംപടിയിലെ വീട്ടിന് സമീപത്ത് നിന്ന് തന്നെ വൈകിട്ടോടുകൂടി അലനെ പിടികൂടുകയായിരുന്നു. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.